നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ശരികളും തെറ്റുകളും വേർതിരിച്ചറിയുവാനും ശരിയേത് എന്ന് മനസ്സിലാക്കുവാനും ആ ശരിയെ പിൻപറ്റാനുമുള്ള ബുദ്ധി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയെ പണയപ്പെടുത്താതിരിക്കുക, ആ ബുദ്ധിയെ പണയപ്പെടുത്താതിരിക്കുക. എനിക്ക് അല്ലാഹു തആല ബുദ്ധി തന്നത് ഈ ലോകത്ത് പരീക്ഷ പാസ്സാകുവാൻ വേണ്ടിയല്ല. അങ്ങനെയാണോ? അല്ലാഹു തആല മനുഷ്യർക്ക് ബുദ്ധി തന്നത് ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാനാണോ? അല്ല. ഈ ബുദ്ധിയില്ലാത്ത ജന്തുക്കൾക്ക് നമ്മളെക്കാട്ടിന് സുഖമാണ് ഈ ലോകത്ത്. നാൽക്കാലികൾക്ക്, പക്ഷികൾക്ക്, പ്രാണികൾക്ക്, പറവകൾക്ക് നമ്മുടെ അത്രയും പ്രയാസങ്ങൾ ഈ ലോകത്തില്ല. ഒരു പക്ഷിയും ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒരു മൃഗവും ആത്മഹത്യ ചെയ്തിട്ടില്ല. മനുഷ്യൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇല്ലേ? ഈ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചില്ലറയാണോ? മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും ആ പ്രയാസമില്ലല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു സർവേ, ലോകത്താകമാനം ഒരു ഏജൻസി ഒരു സർവേ നടത്തി. എന്റെ സർവേയുടെ കാര്യം അറിയാം. സമ്പന്നരായ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സർവേ. പണക്കാരായ മാതാപിതാക്കളോട് അവർക്ക് മക്കൾക്ക് അവരോടും അവർക്ക് മക്കളോടുമുള്ള ബന്ധത്തെക്കുറിച്ചാണ് സർവേ. ആ സർവേയുടെ ഫലന്താരങ്ങള് 60% പണക്കാരായ രക്ഷിതാക്കളും സമ്പത്തിന്റെ കാര്യത്തിൽ മക്കളെ ഭയപ്പെടുന്നു. മകൻ തന്നെ ചതിക്കുവോ, എന്റെ മകൻ എന്നെ കഷ്ടപ്പെടുത്തുവോ എന്നതിനെ കുറിച്ച് മാതാപിതാക്കൾ പേടിക്കുന്നു. ഇത്രമാത്രം മനുഷ്യന്റെ ബുദ്ധിയും അവൻ കണ്ടെത്തിയ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയ മുഴുവൻ സൗകര്യങ്ങളും അവന് തന്നെ വിനയാകുന്ന ദുരന്തത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന ജീവിതങ്ങളൊക്കെ തനിക്ക് തന്നെ പാഴയായി മാറുന്നുല്ലേ? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ വയസ്സായ ഒരാൾ വന്നിറങ്ങിയിട്ട് ചവിടും ചെറുക്ക് കേൾക്കൂല, കണ്ണും ചെറുക്ക് കാണൂല. വയസ്സായ ഒരാള് അന്തം വിട്ട് ഇങ്ങനെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ കുറെ നടന്നു, പിന്നെ അവിടെ ഇരുന്നു. ഒരു വിമാനം വന്നുപോയി, രണ്ടാമത്തെ വിമാനം, മൂന്നാമത്തെ വിമാനമൊക്കെ വന്നുപോയി. എയർപോർട്ടിനുള്ള തിരക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴും ഇയാൾ അവിടെ ഇരിക്കുക. അപ്പോ എയർപോർട്ടിനുള്ളിലെ സുരക്ഷാ ജീവനക്കാർ ഇയാളെ ശ്രദ്ധിച്ചു. എന്താ ഇരുത്തം, പോണില്ലല്ലോ പെരീക്ക്. അപ്പൊ അയാൾ അടുത്ത് വന്നപ്പോ അയാളിങ്ങനെ അധികമൊന്നും സംസാരിക്കാൻ വയ്യ, വയസ്സായിക്കണ്. അയാളിങ്ങനെ തന്റെ മാറത്തുള്ള ഒരു ബാഗ് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു അയാൾക്ക്. അവരാ ബാഗ് തുറന്നപ്പോ ഒരു ഡയറി, ആ ഡയറിയിൽ ഒരു കത്തുണ്ട്. എന്താ കത്ത് അറിയോ? സ്വിറ്റ്സർലാൻഡിലാണ് കുടുംബം, കോലാലംപൂർ വൈക്ക് വരികയാണ്. മക്കളും ഭാര്യയും കുടുംബങ്ങളൊക്കെ അവിടെ ഉണ്ട്. വെറുതെ പോയതല്ല. ഇയാൾ അധ്വാനിച്ചുണ്ടാക്കിയ വ്യവസായ സാമ്രാജ്യത്തിലേക്ക് അയാൾ മക്കളെയും കുടുംബത്തെയും വിളിച്ചതാ. ഇപ്പൊ അയാൾക്ക് വയസ്സായിരുന്നു. പണത്തിന്റെ പറുദൂസയിൽ ജീവിക്കുന്ന കുടുംബത്തിന് വയസ്സായ ബാപ്പ ഭാരമായി. അച്ഛൻ എന്നിട്ട് പറഞ്ഞേച്ചേക്ക, എന്നാ കൂടെ ഒരാൾ വന്നിക്കണോ? വന്നിട്ടില്ല. ഈ ഡയറിയിൽ ഒരു കത്ത്. ആ കത്ത് ആർക്കാരെങ്ങള്? എയർപോർട്ട് ജീവനക്കാർ അറിയാൻ. ഇയാളെ ഞങ്ങൾ കയറ്റി വിട്ടതാണ്. ഇയാൾക്ക് പോകേണ്ടത് ഇന്ന സ്ഥലത്തേക്കാണ്. ആ വീട്ടിലെ നമ്പർ ഇതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ടാക്സി വിളിച്ച് ഇയാളെ ഈ നമ്പറിലുള്ള വീട്ടിലേക്ക് വിളിച്ച് കയറ്റി വിടണം. അതിന്റെ ടാക്സി ചാർജും അതിന്റെ സർവീസ് ചാർജുകളും ഈ ബാഗിലുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. അല്ലേ? എയർപോർട്ട് ജീവനക്കാർ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വയസ്സായ ഒരാള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, അയാളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ കൂടെ ഒരു കത്തുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ വീട് എവിടെയാണ്? അവര് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് വീടില്ല. ഇങ്ങോട്ട് പറഞ്ഞേക്കണ്ട, ഞങ്ങൾക്ക് അയാളെ വേണ്ട, നോക്കാനാവൂല. ആ മനുഷ്യൻ നോക്കൂ നിങ്ങൾ, ഒരു ജീവിതകാലം മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി മെഴുകുതിരി പോലെ കത്തി കത്തി തീർന്ന ഒരു മനുഷ്യൻ അവസാനം കരിന്തിരി കത്തുന്ന സമയത്ത് കെട്ടുപോകുവോളം ആ തിരിയൊന്ന് സൂക്ഷിക്കാൻ ഈ ലോകത്ത് മനുഷ്യന്മാരില്ല. അവസാനം അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തിയതുമില്ല. ഈ ഒരു പാതി വഴിയിൽ തങ്ങിയ ഈ മനുഷ്യ ജന്മത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞയച്ചു. അല്ലേ? മനുഷ്യത്വം മരവിച്ചു നിൽക്കുന്ന ഇത്തരം സംഭവങ്ങളും വാർത്തകളും നമ്മുടെ നാട്ടിൽ വാർത്തകളല്ലാതായി മാറിയിരിക്കുന്നു. ബുദ്ധി കൂടിയിട്ടാണ്. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല. ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധി വേണ്ട കൂട്ടരെ. ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധി വേണ്ട. ഒരു ബുദ്ധിയില്ലാന്ന് നമ്മൾ പറയുന്ന കഴുത ഈ ലോകത്ത് ജീവിക്കണില്ലേ? പട്ടിയും പാമ്പും പറവയും ജീവിക്കുന്നില്ലേ? നമ്മളെക്കാട്ടിലും സുഖമായിട്ട് ജീവിക്കണില്ലേ? ബുദ്ധി എന്നുള്ളത് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. ബുദ്ധി എന്നത് നമുക്ക് നാളത്തെ ജീവിതത്തിലേക്കുള്ള സത്യം കണ്ടെത്തുവാൻ വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടി ഈ ബുദ്ധി ഉപയോഗപ്പെടുത്താത്തിടത്തോളം കാലം നമ്മൾ കന്നുകാലികളെ പോലെ, അല്ലെങ്കിൽ കന്നുകാലികളെക്കാൾ താഴെയാണ് എന്നാണ് പടച്ചോൻ പറഞ്ഞത്. കാരണം കന്നുകാലികൾ അങ്ങനെ ആവാൻ കാരണം അയക്ക് ബുദ്ധി കിട്ടിയിട്ടില്ല.
ഒരു പരീക്ഷയുള്ള കുട്ടി പരീക്ഷ എഴുതാതിരിക്കുക, എന്റെ പേരല്ല. വേറെ കുട്ടിന്റെ പരീക്ഷ എഴുതാതിരിക്കണ്, ഓന് എഴുതുന്ന എന്റെ പേന കീശയിലുണ്ട്, ഓൻ കീശിന്ന് പേന എടുത്തിട്ടല്ല. അല്ലേ? നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നത് നാളത്തെ പരലോകത്തിന്റെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ബുദ്ധിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത് ദുന്യാവിന് വേണ്ടിയാണെന്ന് മാത്രം. ദുന്യാവ് കൊണ്ട് അങ്ങോട്ട് എടങ്ങേറാകുക, പിന്നെന്തേലും ആലോചിക്കാൻ സമയം കിട്ടണ്ടേ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പടച്ചോൻ നമുക്ക് ചെറിയ ചില അനുഗ്രഹങ്ങൾ തന്നു. ആ തന്നത് നമ്മക്കെന്നെ വിനയെ. ഞാൻ എന്റെ കുട്ടി ഇങ്ങനെ രാവിലെ എന്റെ വീട്ടിലിങ്ങനെ ഒരു കോലിങ്ങനെ ഉന്തി നടക്കുന്നു മിറ്റത് കൂടെ. അപ്പൊ ഇക്കത് കണ്ടപ്പോ ഇടങ്ങേറി, എന്താ പോകുമ്പോ വെറുതെ ഒരു കോലും കൊണ്ടെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെരുപ്പ് ഇങ്ങനെ വെട്ടിയിട്ട് 2 ചക്കരൊക്കെ ഉണ്ടാക്കിയാണ്ട് ഒരു ആണിയൊക്കെ അടിച്ചുകാണ്ട് ഒരു വണ്ടിയാക്കി കൊടുത്തു. രാവിലെ ഒരു 11 മണിക്കുണ്ട് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പെരും ചെയ്യും, തങ്ങളെ കൊണ്ട് കിട്ടിയ കോണം. അപ്പൊ അതങ്ങനെ ഉന്തി തന്നപ്പോ കേടതല്ലേ. അപ്പൊ എന്താ അറിയോ, ഇതിന് ആണി ഊരിപ്പോയിക്കണേ. രണ്ടാമത് ആണി ഊരിപ്പോ ആണി വെച്ച് നല്ല മേട്ടം മേടിക്കണ്. മേടിയതൊക്കെ കയ്യിന്റെ വിരലിനാ. അതാ കോല് ഉന്തി നടന്നപ്പോ വലിയ കുഴപ്പമില്ലേന്. അത് വണ്ടിയാക്കി കൊടുത്തപ്പോ കയ്യും പോയി, ആകെ നഷ്ടമായി. നമ്മളിങ്ങനെ വെറുതെ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ ആ പടത്ത് ഒരു 10 ലക്ഷം റുപ്യ 50 തന്നാ 10 ലക്ഷം പിടിച്ചോ. അതിന് കിട്ടിയപ്പോ മുതൽ നമ്മൾ ആലോചിച്ചത് ഇതെങ്ങനെ വലുതാക്കാം. അതിന്റെ പിറ്റേന്ന് നമ്മൾ 20 ലക്ഷം റുപ്യക്ക് സ്ഥലം വാങ്ങി 10 അഡ്വാൻസ് കൊടുത്തു. 60ാമത്തെ ദിവസം ബാക്കി 10 കൊടുക്കണം. പിന്നെ പാച്ചിലോട് പാച്ചില് പെരയിൽ വെറുതെ കുത്തിരിക്കുന്നു സൗകര്യമായിട്ട്. അപ്പോഴാണ് ഈ 10 കിട്ടിയത്. ഈ 10 പടച്ചോൻ തന്നത് ഓർമ്മയുണ്ട്. പിന്നെ ലോകത്ത് നിന്നിട്ടില്ല. പായ തന്നെയാണ്. നിസ്കരിക്കാനും നേരല്ല, പള്ളിയിൽ പോകാനും നേരല്ല, ഇബാദത്തിനും നേരല്ല. ഈ 10 20 അപ്പൊ നമ്മളെ കഷ്ടകാലം കണ്ടുകൊണ്ട് പടച്ചോ 20 തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ 20-ന് 40 റുപ്യ സ്ഥലം വാങ്ങി. പിന്നെ 20-നും വേണ്ടി പാച്ചിലോട് പാച്ചില്ലേ. ദുന്യാവിൽ നോക്കി നിങ്ങൾ ഒരു വിശ്രമം നമുക്കില്ലല്ലോ. എപ്പോഴെപ്പോ മതിയായി, ഇനി മതിയായി, ഇനി ഞാനൊന്ന് ജീവിക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്ത്? ആ തീർത്താ തീരുള്ള നമ്മുടെ ആർത്തി ഇങ്ങോട്ട് തീരണ്ടേ, ഒന്ന് അവസാനിപ്പിക്കണ്ട. ഇതാണ് 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 ഇവിടെ നിർത്തി, ഇനി ഞാൻ എനിക്കും വേണ്ടി ഒന്ന് ജീവിക്കട്ടെ എന്ന് പറയാൻ ആർക്കെങ്കിലും തോന്നിയോ? പെരപ്പണിയൊക്കെ എന്നെങ്ങാനും തുടങ്ങിയതാ. നിങ്ങൾ വീടിന്റെ പണി ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അതങ്ങനെ തീർന്നിട്ടില്ല. ഇപ്പോഴും വീടിന്റെ അടി എന്താണ്, ടൈൽസ് വേണോ, അതല്ല ഗ്രാനൈറ്റ് വേണോ, അതല്ല മാർബിൾ വേണോ, ആലോചിച്ചിട്ടൊരു പിടുത്തമുള്ള എല്ലാ കടിയും കയറി ഇറങ്ങി. അവസാനം ഒരു ദിവസം മൂപ്പര് മരിച്ചു. അകത്തേക്ക് കയറിയപ്പോണ്ട് മയ്യത്ത് കുളിപ്പിച്ച വെള്ളം കൊണ്ട് ആകെപ്പാടം നാശായിക്കണം. കയറിയ ആൾക്കാർക്ക് എവിടെ ചവിട്ടേണ്ടി അറിയില്ല. വള്ളം ഇങ്ങനെ കെട്ടിക്ക. എന്റെ പെര കയറ്റിയിട്ട് 10 കൊല്ലായി. പക്ഷെ അതിന്റെ അടിയൊന്നും ഇട്ടുകാണ്ട് തൽക്കാലം എന്റെ പെരന്റെ അടിയിൽ ഇത് മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു ബുദ്ധി പോലും നമ്മുടെ അഹങ്കാരത്തിന്റെയും ആർത്തിയുടെയും മുമ്പിൽ നമുക്ക് നഷ്ടമായിരിക്കുന്നു അല്ലെ? അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ബുദ്ധിയെ ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാനല്ല, ഈ ബുദ്ധി പരലോകത്തിന്റെ സുഖം കണ്ടെത്താൻ വേണ്ടിയാണ് റബ്ബ് നമുക്ക് തന്നത് എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ സഹോദരന്മാരും എന്റെ സഹോദരിമാരും ആണും പെണ്ണും ആ ബുദ്ധിയെ മറ്റാർക്കെങ്കിലും പണയപ്പെടുത്താതെ അത് തന്റെ രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് എന്ന് മനസ്സിലാക്കി സൃഷ്ടാവിനെ കണ്ടെത്തുവാനും സൃഷ്ടാവിന്റെ വഴി കണ്ടെത്തുവാനും ആ ബുദ്ധി ഉപയോഗപ്പെടുത്തുക.